എന്താ എന്താ ഇവിടെ നിക്കുന്ന? മതിയായി. മതിയായെങ്കിൽ വീട്ടിൽ പോണം. എന്തിനാ ഇവിടെ നിക്കുന്നത്? അതല്ല, ജീവിതം മതിയായി ഇന്ന്. ഞാൻ പറഞ്ഞില്ലേ ആത്മഹത്യ നിക്കുക. ഇവിടെ മുങ്ങിയ ബോഡി പോലും കിട്ടൂല. അത് കുഴപ്പമില്ല, എനിക്ക് നീന്താ അറിയാം. പിന്നെ നീ എന്തിനാ ചാടിച്ചാവുന്നത്? എന്തേലും പറ്റിയ രക്ഷപ്പെടാലോ. എടാ എന്തോടാ പറയുന്നത്? വീടാ സംഭവം ആത്മഹത്യ ഇത് ആട്ടും കാട്ടും എന്ന് പോലും അറിയാത്തവനെ ബാപ്പ പിടിച്ചോണ്ട് വരാം. പേരെന്തുവാ? ആത്മരാജ്. സന്ദർഭത്തിന് പറ്റിയ പേര്. ആത്മരാജിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തുണ്ടായി? എന്റെ ഭാര്യയ്ക്കൊരു അവിഹിതം. അയ്യോ സോറി. എന്റെ ഇത് എങ്ങനെ അറിഞ്ഞു? എന്റെ കാമുകി അവളെ വേറൊരുത്തനുമായിട്ട് മാളി വെച്ച് കണ്ടു. ക്രൂവൽ. ആര്? കാമുകി. അതായത് നിന്റെ ഭാര്യക്ക് അവിഹിതം ഉണ്ടെന്ന് നീ നിന്റെ അവിഹിതം വഴി അറിഞ്ഞു. അതെ. അപ്പം നിനക്ക് അവിഹിതം? അതവക്കറിയില്ലല്ലോ. അല്ല അപ്പൊ അവളുടെ അവിഹിതോ? അതെനിക്കറിയാലോ. അല്ലപ്പ ഈ കാമുകിക്ക് ഭർത്താവുണ്ട്? ഉണ്ട്. അപ്പൊ ഇത് നിന്നോട് ആരാ പറഞ്ഞ? കാമുകി. ആരുടെ? എന്റെ. ഞാനൊന്ന് ചോദിക്കട്ടെടാ, ഉത്തരം കൊള്ളൂല്ലോ. നിനക്ക് കൊച്ചുങ്ങളുണ്ടോ? ഒന്ന്. അതാരുടെ? അത് ബ്രോന്റെ അത് മാത്രം പറയല്ലേ ബ്രോ. പന്നലെ നിന്റെ പെണ്ണുമ്പളോടെ കാമുക ഞാനായി. ഇല്ല. അതെ, നീ സ്റ്റെപ്പ് വരെ കയറി പിടിക്കാൻ നോക്കിയത്, അവള് ലിഫ്റ്റ് വരെ കയറി പിടിച്ച്. അവള് ലിഫ്റ്റ് വരെ കയറിയോണ്ട് അവൾ ആദ്യം എത്തി. അതിലെന്ത് വ്യത്യാസം? ചതിച്ചതല്ലേ ബ്രോ. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് സ്വന്തം കാമുകി വരെ അറിയുന്നത് എന്ത് അവസ്ഥയാ അത്. നിനക്ക് നിന്റെ ഭാര്യ അടുത്ത് അങ്ങ് പോയി ചോദിച്ചുകൂടെ അവിഹിതം ഉണ്ടോന്ന്? പറ്റത്തില്ല. എന്താ? എനിക്ക് അവിഹിതം ഇല്ലേ? അപ്പൊ അത് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അവള് അവിഹിതത്തിലാണേലും അവന്റെ ആ നെറിയുണ്ടല്ലേ, മാറി.